ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യന് പരപ്പളവ് 13 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു സമചതുരം വരയാനാണ്. അതായത് ഏരിയ 13 സെൻറ്റിമീറ്റർ സ്ക്വയറായ ഒരു സമചതുരം, ഒരു സ്ക്വയർ വരയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 13 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് ഒന്നും ആലോചിക്കാനില്ല, ഇതിനെ റൂട്ടിൻ്റെ ഉള്ളിലാക്കിയാൽ മതി. റൂട്ട് 13 സെൻറ്റിമീറ്റർ ആവും. ഓക്കെ, അപ്പോൾ ഈ 4 വശങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ റൂട്ട് 13 നമുക്ക് സ്കെയിൽ കൊണ്ട് വരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഇവിടെ പൈതഗോറസ് തിയറത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്ക് ഇവിടെ ഈ സിയുടെയും ബിയുടെയും മെഷർമെൻറ്റ് കിട്ടിയാൽ സി സ്ക്വയറിൽ നിന്നും ബി സ്ക്വയർ മൈനസ് ചെയ്താൽ എ സ്ക്വയർ, ഈ എ സ്ക്വയർ ആവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ രണ്ട് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട്, ഓക്കെ ഒന്നുകൂടെ കാണിക്കാം. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, സി സ്ക്വയറിൽ നിന്നും ബി സ്ക്വയർ മൈനസ് ചെയ്താൽ എ സ്ക്വയർ കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏതോ രണ്ട് സ്ക്വയേഴ്സിനെ മൈനസ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട് ഈ 13 എഴുതാൻ കഴിയണം. ഓക്കെ, അതായത് സി സ്ക്വയറിൽ നിന്നും ബി സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ എന്നുള്ളത് 13 കിട്ടണം. ഓക്കെ, എ സ്ക്വയർ എന്നുള്ളത് 13 കിട്ടണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 13ൻ്റെ മൾട്ടിപ്പിൾസ് കാണുക. 13ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 13ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. 13 1 × 13 മാത്രമേ 13 ഉള്ളൂ. അപ്പോൾ 1ഉം 13 ആണ് 13ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 13 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 13 - 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, 13 + 1 14, 14/2 7, 7 സ്ക്വയർ മൈനസ് 13 - 1 12, 12/2 6, 6 സ്ക്വയർ. ഓക്കെ, 13 ബി സ്ക്വയർ. ഇവിടെ ഒരു 13 എന്നുള്ളത് കിട്ടാൻ നോക്കൂ, 7 സ്ക്വയറിൽ നിന്നും 6 സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഈ മോഡലിൽ വരും. 13 എന്ന് കിട്ടാൻ 7 സ്ക്വയറിൽ നിന്നും 6 സ്ക്വയർ, അതായത് സി സ്ക്വയറിൽ നിന്നും ബി സ്ക്വയർ. അപ്പോൾ സി എന്താണെന്ന് കിട്ടിയാൽ നമുക്ക് 7 എന്നെടുക്കാം. ബി എന്നുള്ളത് നോക്കൂ, സി സ്ക്വയർ എന്നുള്ളത് 7 എന്നെടുക്കാം. ബി സ്ക്വയർ, അപ്പോൾ ബി എന്നുള്ളത് 6 എന്നെടുക്കാം. അപ്പോൾ ഈ സൈഡ് അപ്പോൾ എന്താവും? 13 എന്നാവും. ഓക്കെ, 13 അല്ല, സ്ക്വയേഴ്സാണ്. അപ്പോൾ ഇത് റൂട്ട് 13 ആയിരിക്കും. റൂട്ട് 13 ആയിരിക്കും. നോക്കാം, നമുക്ക് ജസ്റ്റ് അതെങ്ങനെ വരയാമെന്നുള്ളത് നോക്കാം. ഞാനൊരു റഫ് ഫിഗർ വരയുന്നു. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 7, ഈ സൈഡ് 6. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എത്ര ആയിരിക്കും? മസ്റ്റായിട്ട് നമുക്കറിയാം. ഇതിന് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. എ സ്ക്വയർ ഈക്വൽ, ഇത് നമുക്കറിയാം സി ആണ്. സി സ്ക്വയർ മൈനസ് ഇത് നമുക്ക് ബി ആണ്, ഇതിന് ബി ആണ്, ഇതിന് സി ആണ്. അപ്പോൾ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അതായത് എ സ്ക്വയർ ഈക്വൽ 7 × 7 49 മൈനസ് 6 × 6 36. 49 മൈനസ് 36 എത്ര വരും നോക്കാം. 9 ന്ന് 6 പോയാൽ 3, അതുപോലെ 4 ന്ന് 3 മൈനസ് ചെയ്താൽ 1. എ സ്ക്വയർ ഈക്വൽ 13 ആണെങ്കിൽ നമുക്ക് എ ആണ് വേണ്ടത്. എ ഈക്വൽ റൂട്ട് 13. ഈ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ടാവും, റൂട്ട് 13. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞാൽ ഇത് റൂട്ട് 13 ആണെന്ന് കിട്ടി. ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് 13 ഈക്വൽ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയുക. അവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആയതുകൊണ്ട് 7 എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് കർണാക്കിയിട്ട് എടുക്കണം. അഡീഷൻ ആണെങ്കിൽ പാദവും ലംബമായിട്ട് എടുക്കണം, ബേസും ഓൾട്ടിറ്റ്യൂഡായിട്ട് എടുക്കണം. എന്നാൽ മൈനസ് ആണെങ്കിൽ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിൽ വലിയ സൈഡായിരിക്കും നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് വരഞ്ഞ് നോക്കിയാലോ. ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിളാണ് വരയേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ലൈന് വരയുന്നു. ഓക്കെ, ഇതിൽ ഈ ലൈനിൽ
ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെയും 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാണ്. ഇത് 6 എന്ന് വരുന്നത് ഇവിടെയാണ്. ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഈ 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. ഇനി ആ മെഷർ ചെയ്തതിലോട്ട് നേരെ ഒരു ലൈന് വരഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. ഇവിടെ നിന്ന് എങ്ങോട്ട് മെഷർ ചെയ്യണം? ഫ്രം 0യിൽ നിന്നും 7ലോട്ട്. ഓക്കെ ഓക്കെ, ഫ്രം 0 to 7. ഓക്കെ, ഇനി കോമ്പസ് ഒന്നും ചെയ്യരുത്. ഇപ്പോൾ ഈ കോമ്പസ് 7 സെൻറ്റിമീറ്ററിലുള്ള മെഷറാണ്. അതിനെ ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഈ ലൈനിൽ ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, അത് ഈ ആർക്കും ഈ എൻഡ് പോയിൻറ്റും യോജിപ്പിച്ചാൽ അത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കൂ, കറക്റ്റ് 7 സെൻറ്റിമീറ്റർ ആണ്. ഇവരുതാ ഇതുപോലെ യോജിപ്പിക്കുക. ദെൻ അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 7 സെൻറ്റിമീറ്റർ. 7 സ്ക്വയറിൽ നിന്ന് 6 സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്ക്വയറല്ല, ഈ വശമാണ്. അപ്പോൾ ഇത് √13 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ √13 നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ചതുരം വരയ്ക്കേണ്ടത്. ഇത് വെച്ചിട്ട് എങ്ങനെ വരയും? ഇതാ കറക്റ്റ് ഇത് മെഷർ ചെയ്യുക. ഇതിന് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. അതുപോലെ ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇനി ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഒരാർക്കും കൂടെ കൊടുക്കുക. ഓക്കെ, then you can draw another സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ എല്ലാ വശവും √13 സെൻറ്റിമീറ്റർ ആയിരിക്കും. എല്ലാ സൈഡുകളും √13 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? വശം ഇൻറ്റു വശം. അതായത് റൂട്ട് ഏരിയ ഈക്വൽ പരപ്പളവ് സമം സൈഡ് ഇൻറ്റു സൈഡാണെന്ന് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് √13 ഇൻറ്റു √13, ദാറ്റ് ഈസ് √13 സ്ക്വയർ ആകുമ്പോൾ ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടായിട്ട് പോകും. 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ക്വയറിനെ ഫോം ചെയ്തു.